നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായി ആനക്കൂട്ടം ഇറങ്ങുന്നതിൽ പരിഭ്രാന്തരായി ജനങ്ങൾ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയായി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് പണം അനുവദിക്കുന്നതെന്ന് ധനമന്ത്രി. വെള്ളിക്കുളങ്ങരയിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. ഒച്ചുശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. മെഡിക്കൽ കോളേജ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. എതിരെ വന്നിരുന്ന ലോറിയെ കണ്ട് വെട്ടിച്ചപ്പോൾ റോഡിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. പറപ്പൂർ അന്നകര ചിറക്കലിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. പോനോർ സ്വദേശികളായ കണ്ണനായിക്കൽ വീട്ടിൽ ജോജി, ഭാര്യ അജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കയ്പമംഗലം കാളമുറി സ്വദേശികളായ വലിയപറമ്പിൽ ഹിദുൻ, കുമ്പളത്ത് അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയ പണിമുടക്കിനിടെ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. ഘടകകക്ഷികൾക്കിടയിൽ മുതലെടുപ്പിനാണ് കേരള കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മന്ത്രി. ദേശീയ താളവാദ്യോത്സവം തൃശൂരിൽ തുടരുന്നു. തേരൂഴി രാമക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ദേശീയ താളവാദ്യോത്സവം നാളെ സമാപിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് നാലമ്പല ദർശനമൊരുക്കും. തിരുവില്ലാമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും കുഴൽമന്ദം പുൽപ്പുരമന്ദം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനമൊരുക്കുന്നത്. തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P. വാഹിദ് ഉദ്ഘാടനം ചെയ്തു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് നിർമ്മിക്കുന്നതിനായി അരിമ്പൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയെ തെരുവിൽ നേരിടുമെന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചന്തപുര MIT ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് കൊടുങ്ങല്ലൂർ SA കശ്യപൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ചേറ്റുവ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു. കുറുപ്പത്ത് പള്ളിക്ക് സമീപം നടന്ന ഉപരോധ സമരം UDF കൺവീനർ KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കളഞ്ഞുകിട്ടിയ ബാഗ് തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. പൊന്നനം സ്വദേശി ദേവിക്കാണ് പണവും രേഖകളും തിരികെ കിട്ടിയത്. പട്ടിക്കാട് സെന്റ് അൽഫോൻസ പബ്ലിക് സ്കൂളിൽ സ്റ്റുഡന്റ് കൌൺസിൽ പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി. പ്രിൻസിപ്പൽ ബാബു ജോസ് തട്ടിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവരെയും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവരെയും 2020 പാർട്ടി ആദരിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കരിയർ ട്രെയിനർ സിനി രാജേഷ് ക്ലാസ് നയിച്ചു. പാമ്പാടി വില്വാദ്രി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് സ്റ്റീൽ ബെഞ്ചുകളും വീൽ ചെയറും വിതരണം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും 5 ദിവസം കൂടി മഴ ശക്തമായി തുടരും. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്.
പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചാപ്റ്ററും ചന്ദ്രാപിനി ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ചേർന്ന് ലഹരിക്കെതിരെ സംഗീത നൃത്തശില്പം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നൌഷാദ് പാട്ടുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ റെഡ് ക്രോസ് റവന്യൂ ജില്ലാ കൌൺസിലേഴ്സ് മീറ്റ് തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. IRCS തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ഭരണകൂടവും വനിതാ ശിശു വികസന വകുപ്പും കനൽ ഇന്നോവേഷൻസും സംയുക്തമായി പേരന്റ് അപ്പ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കുന്നതിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനും തടസ്സം കേന്ദ്ര സർക്കാരിന്റെ കാലഹരണപ്പെട്ട നിയമമാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. TCVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. തൃശൂർ പബ്ലിക് ലൈബ്രറി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരൾ ദാനം നൽകി ഒരു ജീവൻ രക്ഷിച്ച ലൈബ്രറി ജീവനക്കാരൻ V അജയനെ ആദരിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങ് CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് മുനക്കൽ മുസരീസ് ബീച്ചിൽ ഗർഭിണിയായ ഡോൾഫിന്റെ ജഡം കരക്കെടിഞ്ഞു. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞും ജഡത്തോടൊപ്പമുണ്ട്. 1 മാസത്തിനിടെ 2ാം തവണയാണ് ഡോൾഫിന്റെ ജഡം കരക്കടിയുന്നത്. ശ്രീ കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി ദിനാഘോഷം ഈ മാസം 14, 15 തീയതികളിൽ നടക്കും. ക്യാമ്പസിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്ന പദ്ധതിക്ക് ചടങ്ങിൽ തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ. മിൽമ റിഫ്രഷ് വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് രാമവർമ്മപുരത്ത് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വരന്തരപ്പിള്ളി അമ്മക്കുളത്ത് തെങ്ങുവീണ് വീട് തകർന്നു. അമ്മുക്കുളം സ്രാമ്പിക്കൽ തിലകന്റെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങു വീണത്. വീടിന്റെ മേൽക്കൂര തകർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്ന് CPI ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെയും വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ ഭാവിയെയും ദോഷകരമായി ബാധിക്കും വിധം പരീക്ഷാ സംവിധാനങ്ങളിൽ അടിക്കടി അട്ടിമറികൾ സംഭവിക്കുകയാണെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. കോടന്നൂരിൽ കടകളിൽ മോഷണ ശ്രമം. ആതിര ഫീഡ്സ് എന്ന സ്ഥാപനത്തിലും സമീപത്തെ സ്റ്റേഷനറി കടയിലുമാണ് മോഷണ ശ്രമം നടന്നത്. തിരുവത്ര അത്താണിയിൽ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവത്രം ഗ്രാമക്കുളം ക്ഷേത്രത്തിന് സമീപം പത്മാവതി രാജന്റെ വീട്ടിലാണ് സ്റ്റൗ പൊട്ടിത്തെറിച്ചത്. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും ഗണിതശാസ്ത്രത്തിലെ ചതുഷ്ക്രിയകളും പരിശീലിപ്പിച്ച പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. പദ്ധതിയുടെ പ്രഖ്യാപനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുരുത്തിയിൽ നടന്നു. കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.